വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗം. സ്വർഗരാജ്യത്തെ നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമയിലൂടെ ഈശോ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. 44-ാം തിരുവചനം ഇപ്രകാരമാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടുകൂടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. സ്വർഗരാജ്യം ഒളിച്ചു വച്ചിരിക്കുന്നു എന്നാണ് സുവിശേഷം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തിയത്. അത് ബോധപൂർവകമായ ഒരു പ്രവൃത്തിയാണ്. കാരണം കഷ്ടപ്പെട്ട് അന്വേഷിക്കുന്നവന് മാത്രമേ അത് കിട്ടുകയുള്ളൂ. ചുരുക്കത്തിൽ, എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നല്ല സ്വർഗരാജ്യം. നാം ഓരോരുത്തരും ഒത്തിരി അധ്വാനിച്ച് ബോധപൂർവം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒന്നാണ് സ്വർഗരാജ്യമെന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. നിധി കണ്ടെത്തുന്നവൻ സന്തോഷത്തോടു കൂടെയാണ് അവനുള്ളതെല്ലാം വിൽക്കുവാൻ പോകുന്നത്. ഞാൻ സ്വർഗരാജ്യം തേടിപ്പിടിക്കുമ്പോൾ, അത് കണ്ടെത്തുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ സ്വർഗരാജ്യമാവണം. മറ്റെന്തുപേക്ഷിക്കേണ്ടി വന്നാലും അവയൊക്കെ ഉപേക്ഷിച്ചിട്ടാവണം ഞാൻ സ്വർഗരാജ്യത്തെ പുണരേണ്ടത്. നാം ഓരോരുത്തരും അനുഭവിക്കുവാൻ പോകുന്ന നഷ്ടത്തേക്കാൾ നമ്മെ സന്തോഷിപ്പിക്കുന്നത് ലഭിക്കുവാൻ പോകുന്നതിൻ്റെ മേന്മയാവണം. ചില ചെറിയ നഷ്ടങ്ങൾ ഓർത്ത് സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടവരാതിരിക്കട്ടെ. സ്വർഗരാജ്യം ലഭിക്കുവാനായിട്ട് ഒരുവൻ വിറ്റ് കളയുന്നതും നഷ്ടപ്പെടുന്നതും അവനൊരിക്കലും ഒരു നഷ്ടമേ അല്ല. അത് അവനും അവൻ്റെ ദൈവത്തിനും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അതൊരു മണ്ടത്തരമായിരിക്കാം, ഒരുപക്ഷെ കളിയാക്കപ്പെടാം. ഒന്നും ഒരു തടസ്സമാവരുത്, നിരുത്സാഹത്തിൻ്റെ കാരണവുമാവരുത്. വളരെ ബോധപൂർവം നമുക്ക് സ്വർഗത്തെ പുണരുവാനായിട്ട് പരിശ്രമിക്കാം. എല്ലാം നഷ്ടമാകുമ്പോഴും, എന്തെല്ലാം നഷ്ടമാക്കിയാലും സ്വർഗരാജ്യത്തിന് വേണ്ടി നഷ്ടമാകുന്നതൊന്നും ഒരു നഷ്ടമല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടെ പോകുവാൻ നമുക്ക് തീരുമാനമെടുക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.